ഓക്കെ ഗൈസ്, ഓക്കെ. അപ്പം ഇവിടെ എപ്പോഴെന്തല്ലേ ഗൈസ്, നമ്മളെന്തായാലും നമ്മുടെ ഏതാണ് ഈ കാണുന്ന ഒരു കിടുക്കാച്ചായിട്ടുള്ള ഒരു ഡ്രാഗ് റേസിനൊക്കെ നമ്മളെന്തായാലും വന്നേക്കണം കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രാഗ് റേസിനൊക്കെയാണ് കേട്ടോ. നമ്മളപ്പോൾ എന്തായാലും ഈ ഒരു ഡ്രാഗ് റേസിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകണം കേട്ടോ. നമ്മളാണെങ്കിലില്ല രാവിലെ തന്നെ നമ്മളെന്തായാലും എണീറ്റ സമയത്ത് എന്തായാലും ഒരാളാണെങ്കിൽ ഈ കാണുന്ന ലംബോർഗിനി സിയാനും കൊണ്ടെന്തായാലും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കണക്ക് എന്തായാലും നിൽക്കുകയാണ് കേട്ടോ. ഇയാളെന്തായാലും നമ്മളെന്തായാലും ഡ്രാഗ് റേസിന് കണക്ക് എന്തായാലും ഏതാണ് വിളിച്ചതാണ് ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഈ ഒരു ഡ്രാഗ് റേസ് മാക്സിമം ജയിക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇയാളെ വണ്ടിക്ക് വേണ്ടി നല്ല സ്പീഡ് കണക്കാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ വീട്ടോൾ എഞ്ചിനാണ്. നമ്മുടേതാണ് ഈ നോർമലായിട്ടുള്ള സാധാരണ ഡിഫൻഡറിൻ്റെ എഞ്ചിനാണ്. ഇതൊക്കെ പണി കിട്ടുമോയെന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. ഇതൊക്കെ കാരണം ഈ വണ്ടിയെക്കാളും കൂടുതൽ സ്പീഡ് ഈ വണ്ടിക്കുണ്ട്. കാരണം ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ആണ്. അത് മാത്രമല്ല ഇതൊരു SUV കൂടെയാണ്. അതുകൊണ്ട് വലിയ കാര്യമായിട്ട് സ്പീഡിൽ പോകാൻ ചാൻസ് ഇല്ല കേട്ടോ. എന്നാലും നമുക്ക് മാക്സിമം നോക്കിയാൽ കേട്ടോ. എടാ ഫ്രാങ്ക്ലിനെ, അപ്പം നീ എന്തായാലും ഇല്ല തോക്കാൻ റെഡി ആക്കി കേട്ടാ. ഒന്ന് പോടാ അവിടെ. നീ ഇവിടെ ഇപ്പോൾ റേസ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ തോൽക്കണ കാര്യം പറഞ്ഞാൽ നിനക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. എടാ ഫ്രാങ്ക്ലിനെ, നീ ആദ്യം നിൻ്റെ ഈ അഴുക്ക സ്വഭാവം നിർത്തടാ. നീ എന്തൊരു പറഞ്ഞാലും ഇങ്ങനെ തന്നെ പറയണം. ഒന്ന് പോടാ അവിടെ. അല്ല പിന്നെ ഫ്രാങ്ക്ലിൻ ചേട്ടാ ഓൾ ദ ബെസ്റ്റ്. 6 വണ്ടിയുടെ ബാക്കി കൊണ്ടിടിച്ച ഇന്ന് അവൻ്റെ കാര്യം തീരുമാനം ഏട്ടാ. എടാ പിന്നെ അടി ഉണ്ടാക്കാം. നീ ആദ്യം വന്ന് റേസിന് ജയിക്ക്. ഐ സി യു ഫ്രാങ്ക്ലിൻ മോനെ, ഓൾ ദ ബെസ്റ്റ് ഫ്രാങ്ക്ലിൻ മോനെ. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഓൾ ദ ബെസ്റ്റ്. പോയി ജയിച്ചിട്ടാ ആടാ ഷിഞ്ചന പിഞ്ചന ഗ്രാനി ടൈഗർ എല്ലാവർക്കും. അപ്പം ഞാൻ എന്തായാലും പോയി ജയിച്ചു തരാം. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഇവിടെ ഇപ്പം എന്തായാലും ഇല്ല നമ്മുടെ റേസുകളൊക്കെ ഫയൽ എന്തായാലും സ്റ്റാർട്ടായേക്കാണ് കേട്ടാ. ഓക്കെ ഗൈസ്, എന്തായാലും ഇയാളെന്തായാലും റേസുകളൊക്കെ എന്തായാലും തുടങ്ങിയിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. നമ്മളാണെന്തായാലും ആദ്യം പോകണമെന്ന് ചിലവ് നമുക്ക് എന്തായാലും ഈ ഒരു വണ്ടി കൊണ്ട് കത്തിച്ചിടാം. അവിടെയാണ് നമുക്ക് എത്തേണ്ടെന്ന് ചിലവ് നമുക്ക് എന്തായാലും ഈ വണ്ടി കൊണ്ട് കത്തിച്ചിടാം. ഓക്കെ, ഇപ്പം എന്തൊക്കെയാണ് സംഭവിച്ചത്? ഫ്രാങ്ക്ലിനാണെങ്കിൽ വണ്ടി കൊണ്ട് കത്തിച്ചിട്ടല്ലോ. ഓക്കെ, അവ ഇപ്പം ജയിക്കാറാ. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മളെന്തായാലും അവനെ ഓവർടേക്ക് ചെയ്തേക്കണം. എൻ്റെ മോനെ, നമ്മളങ്ങനെ ഫൈനലി ജയിച്ചതാണ് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ സൈഡ് കണക്കിനനുസരിച്ച് ഇടിച്ചേട്ടോ. ഓക്കെ, നമ്മുടെ സ്റ്റണ്ട് റേസ് നമ്മുടെ ഈ ഡ്രാഗ് റേസുകളൊക്കെ ആ ഒരു കാണുന്ന വലിയൊരു ഇറക്കമല്ലേ, ആ ഒരു ഇറക്കത്തിൽ നിന്ന് എന്തായാലും കത്തിച്ചെന്തായാലും വിട്ടെന്തായാലും ഈ ഒരു ഏരിയ അല്ലോ, ഈ ഒരു വളവിൽ എന്തായാലും ഫസ്റ്റ് എന്തായാലും ആരാണെന്ന് ടച്ച് ചെയ്യണം. ഓക്കെ, അവരാണ് എന്തായാലും വിന്നറെന്ന് വെച്ചാൽ. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മളെന്തായാലും ആ ഫ്രാങ്ക്ലിന് മുമ്പേ എന്തായാലും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളാണ് ജയിച്ചതെന്ന് വെച്ചാൽ കേട്ടോ. അവൻ എന്തൊക്കെയായിരുന്നു, ഭയങ്കര ഷോ ആയിരുന്നു. ഓക്കെ, അവൻ്റെ കയ്യിലുള്ള നോർമലായിട്ടൊരു വണ്ടിയാണ് ഓക്കെ, ഒരു ഡിഫൻഡറാണ്. ഓക്കെ, അതിന് തന്നെ വലിയ കാര്യമായിട്ട് സ്പീഡൊന്നുമില്ല. ഓക്കെ, പക്ഷെ ആ വണ്ടി ഓഫ് റോഡ് പോകാൻ നൈസാണ് ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും ഇല്ല നമ്മുടെ ഈ ലംബോർഗിനിയുടെ ഇവിടെ പാർക്ക് ചെയ്തിടാം ഗൈസ്. ഓക്കെ, എനിക്ക് ആ ഫ്രാങ്ക്ലിൻ്റെ മുമ്പിൽ 2-3 വാക്ക് പറയണ്ട ഗൈസ്. ഓക്കെ, അവൻ എന്തായിരുന്നു ഒടുക്കത്തെ ഷോ ആയിരുന്നു. പട്ടി ഷോ. ഓക്കെ, നമുക്കെന്തായാലും അവൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഗൈസ്. ഓക്കെ, എന്നാലോടാ നീ എങ്ങനെയാ ഈ ഒരു റേസിന് ജയിച്ച്? എടാ ഫ്രാങ്ക്ലിനെ, നിന്റെ കയ്യിലിരിക്കണ ഒരു ഓഫ് റോഡ് ആണ്, ഒരു SUV ആണ് കേട്ടാ. അല്ലാതെ ഡ്രാഗ് റേസിനൊക്കെ SUV കൊണ്ടും അല്ല വരേണ്ടത്, നല്ല അടിപൊളി സ്പോർട്സ് കാർ കൊണ്ടാണ് വരേണ്ടതെന്ന് വെച്ചാൽ കേട്ടാ. നിൻ്റെ കയ്യിലുള്ള ഒരു സാധാരണ ഒരു ആയിട്ടുള്ള ഒരു കിടുക്കാച്ചായിട്ടുള്ള ഒരു ഓഫ് റോഡൊക്കെ പോകുന്ന ഒരു ഡിഫൻഡറാണ് കേട്ടാ. എൻ്റെ കയ്യിലുള്ള വണ്ടിയുണ്ട്, എൻ്റെ കയ്യിലുള്ള ലംബോർഗിനി സിയാനാണ്. അതുകൊണ്ട് എന്തായാലും ഒരിക്കലും എന്തായാലും ലംബോർഗിനി സിയാന നിൻ്റെ ഡിഫൻഡറിനെ പൊട്ടിക്കാൻ പറ്റൂല കേട്ടാ. അത്രയ്ക്ക് സ്പീഡ് കുറവാണ് നിൻ്റെ ഡിഫൻഡറിന്. നിൻ്റെ ഡിഫൻഡർ ഒരു പൊട്ട വണ്ടിയാണ്. ഒന്ന് പോടാടുന്ന്. എൻ്റെ വണ്ടിയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടാ, നല്ല കിടുക്കാച്ച് വണ്ടി കണ്ട. മാർക്കോ സിനിമയിൽ വരെ വന്ന് കേട്ടാ, അതറിയാമോ നിനക്ക്? ഒന്ന് പോടാടുന്ന്. പിന്നെ നിൻ്റെ മാർക്കോ സിനിമയിൽ നിൻ്റെ ഈ വണ്ടി വന്നെന്ന് പറഞ്ഞ് ഭയങ്കര ഇടന്ന് ഷോ കാണിക്കാതെ ഇറങ്ങി പോടാടുന്ന്. അല്ല പിന്നെ പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാട്ടാ, ആ പൈസ എങ്ങനെയാ? പൈസ എന്തുകൊണ്ട് പൈസ? നീ ആദ്യം റേസ് തുടങ്ങിയപ്പോൾ പറഞ്ഞല്ലോ നീ $1 മില്യൺ തരാമെന്ന്. അയ്യോ, അതിനിപ്പോൾ വേണോ? എടാ ഫ്രാങ്ക്ലിനെ മര്യാദയ്ക്ക് കേട്ടാ, അല്ലെങ്കിൽ നീ എൻ്റെ തനി സ്വഭാവം അറിയും. ശരി ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാം. ആകപ്പാടം ഉണ്ടായിരുന്ന പൈസയായിരുന്നു, അതും കൂടെ ഇപ്പോൾ പോയി കിട്ടി. എന്തവസ്ഥയാണല്ലേ ഗൈസ്. ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള മുഴുവൻ പൈസ പോയിട്ടുണ്ട് കേട്ടാ. എന്തവസ്ഥയാണല്ലേ ഗൈസ്. ഓക്കെ, എൻ്റെ കയ്യിൽ ആകപ്പാടം ഉണ്ടായിരുന്നത് $1 മില്യൺ ആയിരുന്നു കേട്ടാ. അത് മുഴുവൻ എന്തായാലും പോയി ഗൈസ്. ഓക്കെ, പക്ഷെ എൻ്റെ പൊന്നെ എന്തവസ്ഥയായിരുന്നല്ലേ ഗൈസ്. ഓക്കെ, $1 ലക്ഷം കണക്കാണ് എൻ്റെ കയ്യിൽ എന്തായാലും ഉണ്ടായിരുന്നത് വെച്ചാൽ. അത് മുഴുവൻ എന്തായാലും പോയി ഗൈസ്. ഓക്കെ, അയാളെന്തായാലും അതാണ് ചോദിച്ചതെന്ന് വെച്ചാൽ കേട്ടാ. എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യം അതായിരുന്നു കേട്ടാ. എനിക്കാണെങ്കിൽ അയാളുടെ മണ്ടക്കിട്ട് അടിച്ച് അയാളുടെ കാറും എല്ലാം അടിച്ചു മാറ്റായിരുന്നു ഗൈസ്. ഓക്കെ, അയാൾ പിന്നെ വലിയൊരു ബില്യണയറാണ് കേട്ടാ. എൻ്റെ കയ്യിൽ ഇപ്പോൾ 10ൻ്റെ പൈസയില്ല. ഫ്രാങ്ക്ലിൻ ചേട്ടാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വിധി. എടാ ഷിൻജാന, നീ ഒരു അക്ഷരം വേണ്ടി പോലെ കേട്ടാ. ഞാൻ സത്യം പറഞ്ഞ ഒരു ഡ്രാഗ് റേസിന് പോകില്ലായിരുന്നു. നീയാണ് എന്നെ കൊണ്ട് സമ്മതിപ്പിച്ച. അയാളിവിടെ ഫ്രണ്ട് ചെയ്തിട്ട് അയാളുടെ വണ്ടി എടുത്തുകൊണ്ട് പോവുമായിരുന്നു. നീയാണ് പോയി സ്റ്റണ്ട് റേസിന് പോയി നീയാണ് ഡ്രാഗ് റേസിന് പോയി പങ്കെടുക്കാൻ പറയുന്നത്. നീ പറഞ്ഞത് മാത്രമാണ് അയാളുടെ റേസിന് പോയാൽ അല്ലെങ്കിൽ അയാളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അയാളെ ഒഴിപ്പിച്ചങ്ങ് വിടായിരുന്നു. നീ ഒറ്റ കാരണമാണ് എൻ്റെ പൈസ മുഴുവൻ പോയാൽ. നീ അക്ഷരം വേണ്ടി പോലെ. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ ഒരു കാര്യം പറഞ്ഞയാ.
ഫ്രാങ്ക്ലി ചേട്ടൻ തന്നെ അറിയാതെ എന്തായാലും ശനിയാഴ്ച ഒരു റേസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അയ്യോടാ ഷിൻചാൻ, അതിൻ്റെ കാര്യം ഞാൻ മറന്നുപോയടാ. എടാ അയാളാണ് ഇങ്ങോട്ട് എന്തായാലും ശനിയാഴ്ചത്തെ ഒരു റേസിന് നമ്മളോട് പങ്കെടുക്കണമെന്ന് ചോദിച്ചു, വലിയൊരു റേസ്. അപ്പം അതിന് ഞാൻ എന്തൊരു വണ്ടി കൊണ്ട് പോവും? എനിക്കറിയടാ, ഫ്രാങ്ക്ലി ചേട്ടൻ തന്നെ അതിന് സംഭവിച്ചാൽ, ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല. എന്നാലോടാ ഷിൻചാനോ, നീ കാരണമാണ് എൻ്റെ ഫുൾ പൈസ പോയേട്ടാ. നീ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ സ്റ്റണ്ട് റേസിന് പങ്കെടുക്കാൻ പോയത്, അല്ലെങ്കിൽ ഞാൻ പങ്കെടുക്കൂലായിരുന്നു. അയ്യോ എൻ്റെ ഫ്രാങ്ക്ലി ചേട്ടാ, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമല്ല. നമുക്കിപ്പോൾ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കി ഒരു കിടിലൻ കാർ വാങ്ങിക്കണം. അല്ല ഫ്രാങ്ക്ലി ചേട്ടാ, നമ്മളിപ്പോൾ ഇതിന് പൈസ ഉണ്ടാക്കണേ? നമുക്ക് പൈസ എങ്ങനെയായാലും ഉണ്ടാക്കാം. അത് മാത്രമല്ല നമുക്ക് എങ്ങനെ വേണമെങ്കിലും കാർ എടുക്കാനും പറ്റും. അതെങ്ങനെ? ഫ്രാങ്ക്ലി ചേട്ടൻ മറന്നുപോയാ? ഫ്രാങ്ക്ലി ചേട്ടൻ നമ്മുടെ കയ്യിലൊരു മാജിക്കൽ പെയിൻറ്റിംഗ് ബോർഡ് ഉണ്ടല്ലോ. ആ മാജിക്കൽ പെയിൻറ്റിംഗ് ബോർഡിൽ നമുക്ക് ഏതെങ്കിലും ഒരു അടിപൊളി സൂപ്പർ കാർ വരയ്ക്കാം. അപ്പോൾ ആ സമയത്ത് അവിടെ എന്തായാലും വരുമല്ലോ. ആടെ ഷിൻചാൻ, അത് നീ പറഞ്ഞത് ശരിയാണ്. നമുക്കൊരു കാര്യം, നമുക്കില്ലേ ഒരു അടിപൊളി ഒരു GTR വരച്ചാലോ? ആ ഫ്രാങ്ക്ലി ചേട്ടാ, നമുക്കാണെങ്കിൽ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കസ്റ്റം മോഡിഫൈഡ് GTR നൈസായിട്ട് വരയ്ക്കാം കേട്ടാ. കസ്റ്റം ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് എന്തായാലും ആ ലംബോർഗിനി സിയാനെ പൊട്ടിക്കാൻ പറ്റൂല. നമുക്ക് എങ്ങനെയെങ്കിലും ആ റേസിന് ജയിച്ചേ പറ്റൂ. അത് പിന്നെ ഡ്രാഗ് റേസ് ഒന്നുമല്ല കേട്ടോ, വലിയൊരു റേസാണ്. ആ റേസിന് എങ്ങനെയും ജയിച്ചേ പറ്റും. അതുകൊണ്ട് കസ്റ്റം മോഡിഫൈഡ് ആയിട്ടുള്ളൊരു ഏതാണ് അടിപൊളിയായിട്ടുള്ളൊരു കിടുക്കാച്ചായിട്ടുള്ളൊരു GTR കണക്കെ വരയ്ക്കണം. ആടെ ഷിൻചാനെ, പിഞ്ചാനെ, ടൈഗറെ, ഗ്രാനിയെ, നിങ്ങളത് പറഞ്ഞാൽ ശരിയാണ്. എടാ ഷിൻചാനെ, പിഞ്ചാനെ, നിങ്ങൾ വാ. നമുക്കപ്പോൾ എന്തായാലും നേരെ എന്തായാലും നമ്മുടെ പെയിൻറ്റിംഗ് ബോർഡിൽ പോയി നൈസായിട്ട് എന്തായാലും നമ്മുടെ ഏതാണ് ആ ഒരു നിസാൻ GTR കണക്ക് നൈസായിട്ട് വരയ്ക്കാം കേട്ടാ. ആ ഫ്രാങ്ക്ലി ചേട്ടാ, നല്ല സൂപ്പറായിട്ട് തന്നെ വരയ്ക്കണേ. നമുക്കിനി ഏത് കളർ കൊടുക്കാം? എടാ ഏതെങ്കിലും കളർ കൊടുക്കാം. നമുക്കിപ്പോൾ എന്തായാലും GTR വരയ്ക്കാം. ആ ഫ്രാങ്ക്ലി ചേട്ടാ, നമുക്ക് നേരെ എന്തായാലും ആ ഒരു ആപ്പ് എടുത്ത് വരയ്ക്കാം. ആടെ ഷിൻചാനെ, ഓക്കെ. ഇവിടെ ഇപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ മാജിക്കൽ പെയിൻറ്റിംഗ് ബോർഡിൽ നിന്നുള്ള നമ്മുടെ ടക്സ് പെയിൻറ്റ് എന്നുള്ള ആപ്പുകളൊക്കെ നമ്മളിങ്ങനെ എടുത്തേക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും നിസാൻ GTR വരയ്ക്കാം കേട്ടോ. എടാ ഷിൻചാനെ, നമുക്ക് നിസാൻ GTR വരയ്ക്കാൻ അറിയാമോ? ഇല്ല ഫ്രാങ്ക്ലി ചേട്ടാ, എനിക്ക് മര്യാദയ്ക്ക് ഒരു പട്ടിയെ പോലും വരയ്ക്കാൻ അറിയണം, പിന്നെയാണ് നിസാൻ GTR. ഫ്രാങ്ക്ലി ചേട്ടാ, എങ്ങനെയൊക്കെ ഒരു കാർ വരച്ചേ? ആടാ ഷിൻചാനെ, നമുക്ക് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊരു കാർ വരയ്ക്കാം. നമുക്കിപ്പോൾ എന്തായാലും നിസാൻ GTR നമ്മളെ കൊണ്ട് പറ്റണ പോലെ നമുക്ക് എന്തായാലും വരയ്ക്കാം കേട്ടാ. ഇങ്ങനെ എന്തോ ആയിരുന്നല്ലോ GTRൻ്റെ ബോഡി. ഫ്രാങ്ക്ലി ചേട്ടാ, ഇത് ഏത് കാറ്? ഇത് ഏത് പാണ്ഡവൻ്റെ കാലത്തുള്ള കാറ്? എടാ ഷിൻചാനെ, എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ പറ്റുമല്ലോടാ. ആ ഫ്രാങ്ക്ലി ചേട്ടാ, എങ്ങനെയെങ്കിലൊക്കെ തട്ടിക്കൂട്ടി വരാ, സീനില്ല. ആടാ ഷിൻചാനെ, നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ തട്ടിക്കൂട്ടി വരയ്ക്കാം കേട്ടോ. നമുക്ക് എന്തായാലും വണ്ടിയുടെ കുറച്ചുകൂടെ നീട്ടി വരയ്ക്കാം കേട്ടോ. നമുക്കല്ലെങ്കിലല്ലേ സ്ഥലം തികയൂല. ആ ഫ്രാങ്ക്ലി ചേട്ടാ, പതുക്കെ വര, ഇഷ്ടംപോലെ സമയമുണ്ട്. അത് മാത്രമല്ല ശനിയാഴ്ചയാണ് റേസ്, ഇന്നൊന്നുമല്ല. അതുകൊണ്ട് പതുക്കെ വരച്ചാൽ മതി. എടാ ഷിൻചാനെ, ബോഡി ഇങ്ങനെ മതിയാ? അയ്യോ ഫ്രാങ്ക്ലി ചേട്ടാ, ഇത് ഏത് കാറ്? എടാ ഷിൻചാനെ, ഒന്ന് വാടച്ചിരിയടാ. ഇതിൻ്റെ ബാക്ക് ശരിയാണല്ലോ കേട്ടോ, ഫ്രണ്ട് ഓൾമോസ്റ്റ് ആയിട്ടുണ്ടല്ലേ. ആ ഫ്രാങ്ക്ലി ചേട്ടാ, ഫ്രണ്ട് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ബാക്ക് ഇത് ഏത് സെഡാനാ? എടാ നമ്മുടെ GTR കൂപ്പേ അല്ലേ, കൂപ്പേ കാറല്ലേ. അതുകൊണ്ട് തന്നെ ഉണ്ട് കൂപ്പേ വരയ്ക്കാൻ ഇത്തിരി പാടാണ് കേട്ടാ. എന്നാലും നമുക്ക് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റണ പോലെ വരയ്ക്കാം. മതിയടാ ഷിൻചാനെ. ആ ഫ്രാങ്ക്ലി ചേട്ടാ, ഇനിയൊരു സ്പോയിലർ വരാം. ആടാ ഷിൻചാനെ, സ്പോയിലർ ഇങ്ങനെയൊക്കെ വരച്ചാൽ മതിയല്ലേ. ആ ഫ്രാങ്ക്ലി ചേട്ടാ, പതുക്കെ വരച്ചാൽ മതി. സിമ്പിളായിട്ട് എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി വരച്ചാൽ മതി. നമുക്കിനിപ്പോൾ വണ്ടിക്ക് ടയർ വരയ്ക്കാം കേട്ടാ. ആടാ ഷിൻചാനെ, ഇവിടെ ഇപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ സിമ്പിളായിട്ട് വരച്ചാൽ മതി. നമ്മളെന്നിട്ട് മുകളിൽ GTR എന്ന് എഴുതിയാൽ മതി. അപ്പോൾ എന്തായാലും ഈ മാജിക്കൽ പെയിൻറ്റിംഗ് ബോർഡ് അവർക്ക് മനസ്സിലായിക്കോളൂ. അയ്യോ ഫ്രാങ്ക്ലി ചേട്ടാ, ഇത്രയും മോശമായിട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ലായിരുന്നു കേട്ടാ. എടാ ഷിൻചാൻ, ഇങ്ങനെയൊക്കെ മതിയടാ, കുഴപ്പമില്ലടാ. ആ ശരി, വണ്ടിക്ക് ടയർ വരാം. അയ്യോ ഫ്രാങ്ക്ലി ചേട്ടാ, എന്തിന് ടയറൊക്കെ തന്നെ എന്താണ് ഇങ്ങനെ വരയ്ക്കണേ? എടാ ഷിൻചാൻ, ഇങ്ങനെയൊക്കെ മതിയടാ. ഞാൻ എങ്ങനെയെങ്കിലും വരയ്ക്കാൻ നോക്കുമ്പോൾ നീ മോഡിഫിക്കേഷൻ ചെയ്യാൻ നോക്കണ. ഇല്ല ഫ്രാങ്ക്ലി ചേട്ടാ, ഞാൻ പറഞ്ഞത് GTRൻ്റെ ഹെഡ്ലൈറ്റൊക്കെ വരയ്ക്കണ്ടേ. GTRൻ്റെ ഹെഡ്ലൈറ്റ് എങ്ങനെയായിരുന്നു? ഇങ്ങനെന്തോ അല്ലേ? ആ ഇങ്ങനെന്തോ ആയിരുന്നു. ഓക്കെ, നമ്മളിവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് GTR വരച്ചിട്ടുണ്ട് കേട്ടാ. ബാക്കിലത്തെ 2 ഉണ്ട ഹെഡ്ലൈറ്റ്. അയ്യോ ഇതെന്ത് ഫ്രാങ്ക്ലി ചേട്ടാ ഇങ്ങനെ വരച്ചത്? എടാ ഷിൻചാൻ, എങ്ങനെയെങ്കിലൊക്കെ വരച്ചാൽ മതിയടാ. എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് വരച്ച് തുളച്ച് വയ്ക്കാം മിറർ. ഓക്കെ, ഇത്രയും മതിയല്ലേ? ആ ഫ്രാങ്ക്ലി ചേട്ടാ, ഇനിയിപ്പോൾ നമുക്ക് വണ്ടി അലോയ് വരയ്ക്കണ്ടേ? ആടാ ഷിൻചാനെ, അത് നീ പറഞ്ഞത് ശരിയാണ് കേട്ടാ. നമുക്കിങ്ങനെ ചുമ്മാ പ്ലസ് പോലെ ഇങ്ങനെയൊക്കെ വരച്ചു കൊടുത്താൽ മതി കേട്ടാ. നമ്മളെ മാജിക്കൽ പെയിൻറ്റിംഗ് ബോർഡുകാരത് എടുത്തോളൂ കറക്റ്റായിട്ട്. ഇത്രയും മതിയോടെ ഷിൻചാനെ. ആ ഫ്രാങ്ക്ലി ചേട്ടാ, ഇനി വണ്ടിക്ക് പെയിൻറ്റ് എടുക്കാം. നമുക്ക് എന്തോ എടുക്കാം വണ്ടിക്ക് കളറ്? ഫ്രാങ്ക്ലി ചേട്ടാ, നമുക്കില്ലേ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഒരു അടിപൊളി ഒരു ഏതാണ് യെല്ലോ കൊടുത്താലേ? യെല്ലോ നല്ലൊരു കളറാണല്ലേ. ആ ഫ്രാങ്ക്ലി ചേട്ടാ, നമുക്ക് യെല്ലോ കളർ എടുക്കാം. ആടാ ഷിൻചാനാ, നീ പറഞ്ഞത് ശരിയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ നമ്മളെന്തായാലും വണ്ടിയിൽ നമുക്ക് യെല്ലോ പെയിൻറ്റുകളൊക്കെ എന്തായാലും അടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടാ.
ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും റെഡ് എടുത്ത് നമുക്ക് എന്തായാലും അയ്യോ ഇതിപ്പോൾ എന്താണ് സംഭവിച്ചാൽ അയ്യോ ഫ്രാങ്ക്ലി ചേട്ടാ വണ്ടി ഈ അവസ്ഥയിലായ കുഴപ്പമില്ല പതുക്കെ അടച്ചാൽ മതി ഒരു ധൃതിയില്ല ആർക്കും ആ ഹെഡ്ലൈറ്റിന് ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു ആടെ ഷിൻചാനെ നമുക്കെന്തായാലും ഇല്ല സ്പോയിലർ മഞ്ഞൊക്കെ കേട്ടാ മതി നമുക്കിനി ഹെഡ്ലൈറ്റ് ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റ് ഏത് കളർ കൊടുക്കുക ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റ് ഈ ഗ്രേ കൊടുത്താൽ മതി ആടെ ഷിൻചാനെ ഗ്ലാസ്സുവിന് എപ്പോഴും ബ്ലൂ ആണ് അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല ഓക്കെ വണ്ടിയുടെ മിററും മഞ്ഞയാണ് ഓക്കെ മതിയല്ലോടാ ഷിൻചാനെ ഫ്രാങ്ക്ലി ചേട്ടാ ഇങ്ങനെയൊക്കെ മതി പക്ഷെ ഇത് GTR ഒന്നും ആർക്കും തോന്നലല്ലോ ആടെ ഷിൻചാനെ അത് ശരിയാണ് നമുക്ക് GTR എന്നും കൂടെ എഴുതി വയ്ക്കാം അല്ലേ ഫ്രാങ്ക്ലി ചേട്ടാ നമുക്കില്ല GTR എന്നും കൂടെ എഴുതി വയ്ക്കാം ആടെ ഷിൻചാനെ എന്നാലും GTR എന്ന് എഴുതി വയ്ക്കാം കേട്ടാ അല്ലെങ്കിൽ ഈ മാജിക്കൽ പെയിന്റിംഗ് ബോർഡ് ആർക്ക് മനസ്സിലാവില്ല ഫ്രാങ്ക്ലി ചേട്ടാ ഇത്രയൊക്കെ മതി ഫ്രാങ്ക്ലി ചേട്ടാ ആടെ ഷിൻചാനെ അപ്പം ഇനി നമുക്ക് റിയൽ ലൈഫിലോട്ട് ഈ കാർ ഉണ്ടായിരുന്നല്ലേ ഫ്രാങ്ക്ലി ചേട്ടാ അപ്പം ഇതിലോട്ട് ആരെങ്കിലും നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യട്ടാ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ എടുത്താൽ അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ വീഡിയോസ് നമുക്ക് നിങ്ങൾക്ക് അപ്പോഴും നോട്ടിഫിക്കേഷൻ എനേബിൾ ആവുന്നത് കേട്ടാ നമുക്കപ്പോൾ എന്തായാലല്ലേ നൈസായിട്ട് നമ്മുടെ ഈ ഒരു നിസാൻ GTR-കളൊക്കെ നമുക്ക് എന്തായാലല്ലേ റിയൽ ലൈഫിലോട്ട് കൊണ്ടുവരാം കേട്ടാ 3, 2, 1 ലെറ്റ്സ് ഗോ ഏട്ടാ വല്ലത് വന്നാ അറിഞ്ഞോടാ ഷിൻചാനെ നമുക്ക് നോക്കി നോക്കാം കേട്ടാ വല്ലത് വന്നാ യെസ് ഗായ്സ് വന്ന് വണ്ടി വന്നേ എടാ ഷിൻചാനെ നമ്മളിങ്ങനെ ഒന്നല്ലല്ലോടാ GTR അടിച്ചാ ഫ്രാങ്ക്ലി ചേട്ടാ ആ ചേട്ടാ പറഞ്ഞ കറക്റ്റാണ് കേട്ടാ നമ്മളിങ്ങനെ ഒന്നല്ല GTR അടിച്ച നമ്മളേതോ പാണ്ഡവന്റെ കാലത്തുള്ള പഴയ ഏതൊരു കാറാണ് അടിച്ച ആടാ ഷിൻചാനെ സത്യം പറഞ്ഞാൽ GTR-ന്റെ സൈഡ് ഇങ്ങനെയായിരുന്നു കേട്ടാ എനിക്ക് കറക്റ്റായിട്ട് നമ്മൾ ഈ ടച്ച് പെയിൻ ഇങ്ങനത്തെ ആപ്പിലൊന്നും കറക്റ്റായിട്ട് വരയ്ക്കാറുണ്ട് കേട്ടാ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം പറ്റിയത് ഫ്രാങ്ക്ലി ചേട്ടാ അത് പറഞ്ഞ കറക്റ്റ് തന്നെ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇല്ലേ ശനിയാഴ്ച വരെ വെയിറ്റ് കേട്ടാ ശനിയാഴ്ചയാണ് അയാൾ പറഞ്ഞ അടുത്ത റേസ് ആടെ ഷിൻചാനെ ഇത് പിന്നെ സാധാരണ ഒരു GTR അല്ല കേട്ടാ ദിസ് ഈസ് മോസ്റ്റ് പവർഫുൾ GTR അല്ലേടാ ഷിൻചാനെ ഫ്രാങ്ക്ലി ചേട്ടാ നൈസായിട്ട് എന്തായാലും ഉണ്ട് കേട്ടാ GTR എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കേട്ടാ ആടെ ഷിൻചാനെ പിഞ്ചാനെ അപ്പം നമുക്കിനി എന്തായാലും ശനിയാഴ്ചത്തെ റേസിലേക്ക് കാണാം ഗൈസ് ഓക്കെ 2000 years later ഗൈസ് ഓക്കെ അപ്പം ഇന്നിപ്പോഴെന്തായാലും ശനിയാഴ്ച കണക്കാണ് കേട്ടാ നമുക്കപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു റേസിന് കണക്കെ ഏതായാലും നൈസായിട്ട് എന്തായാലും പോവാട്ടാ എടാ ഷിൻചാനെ പിഞ്ചാൻ നിങ്ങളെല്ലാം റെഡിയായ ഫ്രാങ്ക്ലി ചേട്ടാ ഐ സി യു ഫ്രാങ്ക്ലിൻ മോനെ ഓൾ ദ ബെസ്റ്റ് ഫ്രാങ്ക്ലിൻ മുതലാളിക്ക് ഓൾ ദ ബെസ്റ്റ് ആടാ ഗ്രാനിയാ ടൈഗറെ എടാ ഷിൻചാനെ പിഞ്ചാനെ വന്ന് വണ്ടി കയറ് അയ്യോ ഫ്രാങ്ക്ലി ചേട്ടാ എനിക്ക് ഇരിക്കാൻ സ്ഥലമില്ല ഫ്രാങ്ക്ലിൻ ചേട്ടനും ഷിൻചാനും കയറിയപ്പോൾ എൻ്റെ വണ്ടി ഫുള്ളായി എടാ പിഞ്ചാനെ നീ ഇവിടെ വണ്ടിയുടെ ബാക്കിൽ സ്പോയിലറോ അല്ലെങ്കിൽ വണ്ടിയുടെ മണ്ടൊക്കെ എവിടെയെങ്കിലും കയറിയിരി ഫ്രാങ്ക്ലി ചേട്ടാ വണ്ടി കൊണ്ട് പെടച്ചുവിട് നമുക്കിനിയിപ്പോൾ ഈ വണ്ടി കൊണ്ട് കത്തിച്ചെന്നാലും പോവാം കേട്ടാ നമുക്കെന്തായാലും ഈ ഒരു വണ്ടി കൊണ്ട് എന്നാലും കത്തിച്ചെന്നാലും വിടാം കേട്ടാ അയാൾ പിന്നെ നമുക്ക് ലൊക്കേഷൻ അയച്ചെന്നല്ലോ ആടെ ഷിൻചാൻ അത് നീ പറഞ്ഞാൽ ശരിയാണ് ഇത് പിന്നെ സാധാരണ GTR അല്ല കേട്ടാ മോസ്റ്റ് പവർഫുൾ GTR ആണ് കേട്ടാ ഓക്കെ ഗൈസ് എന്തായാലും അവിടെ ഇപ്പം എന്തായാലും അയാളുടെ വണ്ടികളെ കിടപ്പുണ്ട് കേട്ടാ ഇതാണ് അയാളുടെ ഏതാണ് ലംബോർഗിനി സിയാൻ എന്ന് പറയുന്നത് ഇതും മഞ്ഞയാണ് ഓക്കെ എടാ ഫ്രാങ്ക്ലിനെ നീ അവൻ്റെയോ നിസാൻ GTR അടിച്ചു മാറ്റിക്കൊണ്ട് വന്നല്ലേ ഇത് പിന്നെ സാധാരണ ഒരു നിസാൻ GTR ആണ് അത് കാണുമ്പോഴേ അറിയാം പ്രത്യേകിച്ച് മോഡിഫിക്കേഷൻ ചെയ്തിട്ടൊന്നുമില്ല ഒന്ന് പോടാർന്ന് നീ ഇപ്പോൾ റേസിന് വരണമെങ്കിൽ വാ അല്ലെങ്കിൽ മിണ്ടാരി ആടാ ഫ്രാങ്ക്ലിനെ ഞാൻ റേസിനെ കൊണ്ട് നീ റേസിനുണ്ടാ ആടാ ഞാൻ റേസിനുള്ളതുകൊണ്ടല്ലേ വന്നത് അല്ലെങ്കിൽ എനിക്ക് വരേണ്ട ആവശ്യമുണ്ടാ ഫ്രാങ്ക്ലി ചേട്ടാ നിങ്ങൾ രണ്ടുപേരും തർക്കമൊന്നും വേണ്ട ആദ്യം റേസ് ജയിക്കാൻ നോക്ക് ആടാ ഷിൻചാനെ നമുക്കപ്പോൾ നേരെ റേസിലോട്ട് കാണാം ഓക്കെ ഫ്രാങ്ക്ലിനെ ഞാനാണെങ്കിലും അപ്പം ഞാൻ ഇപ്പം എന്നാലും ഇവിടെ ഇപ്പോൾ 1 2 3 4 എന്ന് പറയുമ്പോൾ വണ്ടി എടുത്ത് തുടങ്ങണേ ആടാ നീ അപ്പോൾ പറഞ്ഞോ 1 2 3 4 ലെറ്റ്സ് ഗോ ഓക്കെ ഗൈസ് നമ്മളെന്തായാലും അവ എന്തായാലും 1 2 3 4 എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ GTR കൊണ്ട് എന്തായാലും കത്തിച്ചെന്നാലും വിടാണ് കേട്ടോ ലൊക്കേഷനുകളൊക്കെ എന്തായാലും പോണേന്ന് വെച്ചാൽ ഇതുവഴി കറങ്ങി നമ്മുടെ സിറ്റി ഫുള്ള് എന്തായാലും റൊട്ടേറ്റ് ചെയ്ത് എന്തായാലും അടിച്ച് നേരെ ഇപ്പം സ്റ്റാർട്ടിങ് പോയിന്റ് വന്നല്ലോ ഓക്കെ അവിടെയാണ് നമുക്ക് എന്തായാലും പോവേണ്ടതെന്ന് വെച്ചാൽ കേട്ടോ നമുക്കെന്തായാലും ഇല്ല നമ്മുടെ GTR കൊണ്ട് എന്തായാലും കത്തിച്ചെന്നാലും വിടാം കേട്ടോ ഓക്കെ നമുക്കെന്തായാലും ഈ ഒരു വണ്ടി കൊണ്ട് എന്തായാലും പെടച്ചെന്നാലും വിടാം കേട്ടോ ഓക്കെ അവ എന്തായാലും നമ്മുടെ തൊട്ട് പുറകെ തന്നെ എന്തായാലും ഉണ്ട് കേട്ടോ അവ ഇപ്പം വിചാരിച്ചാണ് കേട്ടോ ഇത് സാധാരണ ഒരു GTR അല്ലേ മോസ്റ്റ് പവർഫുൾ GTR ആണ് ഓക്കെ അവൻ്റെ വണ്ടിക്കാലും നല്ല സ്പീഡുണ്ട് ഓക്കെ നോർമൽ GTR അല്ലേ നല്ല പവറുള്ള വണ്ടിയാണ് ഓക്കെ ഓൾമോസ്റ്റ് നമ്മളെന്തായാലും ഏകദേശം ആ ഫ്രണ്ട് വരെ എത്താറായിട്ടുണ്ട് കേട്ടോ ഇതുവഴി കറങ്ങി പോകണം ഗൈസ് ഓക്കെ നമുക്കെന്തായാലും അപ്പോൾ ഈ GTR കൊണ്ട് കത്തിച്ച് വിടാം ഗൈസ് ഓക്കെ അയ്യോ ഗൈസ് ഇനിയിപ്പോൾ ഫ്രാങ്ക്ലിൻ എങ്ങനെ ജയിക്കുമോ അവനെ കാണാൻ പോലും ഇല്ല കേട്ടോ അവൻ എങ്ങോട്ടൊക്കെയോ വണ്ടി കൊണ്ട് കത്തിച്ചെന്നാലും വിട്ടിട്ടുണ്ട് കേട്ടോ
ചെന്റെ പൊന്നെ ഫ്രാങ്ക്ലിനെ കാണാനേ ഇല്ല ഗൈസ്. ഓക്കെ, അവൻ മിക്കവാറും ജയിക്കാറായെന്ന് തോന്നുന്നു കേട്ടോ. നമുക്കെന്തായാലും നമ്മുടെ ലംബോർഗിനി കൊണ്ട് കത്തിച്ചുവിടാം കേസ്, അല്ലെങ്കിൽ നമ്മൾ തോറ്റും കേസ്. ഓക്കെ, തോറ്റാകെ നാണക്കേടാണ് കേസ്. ഓക്കെ, നമുക്ക് എന്തായാലും വണ്ടി കൊണ്ട് കത്തിച്ചുവിടാം. ഓക്കെ, നമ്മളങ്ങനെ ഫൈനലി എന്തായാലും ഏകദേശം എന്തായാലും ഫിനിഷ് ലൈൻ എത്താറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത അവിടെയാണ് കേസ് എന്തായാലും ഫിനിഷ് ലൈൻ എന്ന് പറയണം കേട്ടോ. നമുക്ക് എന്തായാലും നേരെ എന്തായാലും ഫിനിഷ് ലൈൻ തൊട്ട് എന്തായാലും കത്തിച്ചെന്തായാലും വിടാം കേസ്. ഓക്കെ, യെസ് ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി എന്തായാലും ഫിനിഷ് ചെയ്തേക്കാണ് കേട്ടോ. എൻ്റെ പൊന്നടാവേ, വണ്ടിയുടെ കൺട്രോൾ പോയി. എൻ്റെ മോനെ, ഗ്ലാസ് ഒക്കെ പൊട്ടിയാട്ടോ. അതൊന്നും കുഴപ്പമില്ല. ഇത് വണ്ടി നമുക്ക് മാജിക്കൽ പെയിന്റ് ബോർഡ് വെച്ചൊരു വണ്ടി റിപ്പയർ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളങ്ങനെ ഫൈനലി ജയിച്ചേക്കാണ് കേട്ടോ. മറ്റവ അവിടെ വന്നെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് നോക്കിയൊക്കെ കേസ്. ഓക്കെ ഓക്കെ, അവനെ കാണാനില്ലല്ലോ. അവൻ എവിടെ? ഓക്കെ കേസ്, അവൻ എന്തായാലും അവിടെ നിൽപ്പുണ്ട് കേട്ടോ. അവൻ്റെ വണ്ടിയുടെ ബാക്കിനെ കൊണ്ട് ഇടിച്ചു തരികയുണ്ട് കേട്ടോ. എൻ്റെ മോനെ, അവൻ്റെ വണ്ടിയുടെ ഡോറെല്ലാം ഇളകി പോയിട്ടുണ്ട് കേട്ടോ. അവൻ നമ്മുടെ വണ്ടിക്കിട്ട് ചവിട്ട കൊടുത്തേ. അവനാണ് അവൻ്റെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചതെന്ന് വെച്ചാൽ കേട്ടാ. എടാ ഫ്രാങ്ക്ലിനെ, നീ റേസിന് ജയിച്ചെന്ന് പറഞ്ഞാൽ നീ എൻ്റെ വണ്ടി ഇടിച്ച് നശിപ്പിച്ചല്ലേടാ. ആടാ എടാ ഫ്രാങ്ക്ലിനെ, എന്നാലും നീ ഇപ്പം ചെയ്ത് ഒട്ടും ശരിയല്ല കേട്ടാ. അത് കുഴപ്പമില്ലടാ, ഞാൻ വണ്ടി റിപ്പയർ ചെയ്തോളാം. നീ റിപ്പയർ ചെയ്യണ അതിന് നീ അല്ലേടാ റേസിൽ ജയിച്ച. എടാ നീ അപ്പം നേരത്തെ പറഞ്ഞ ഓർമ്മയല്ലേ, നീ കുറച്ച് ദിവസത്ത് മുമ്പേ അന്ന് നീ ശനിയാഴ്ചത്തെ റേസിന് നീ അന്ന് പറഞ്ഞത് ഞാൻ മറന്നെന്നാ വിചാരിച്ചാ. നീ എന്നോട് പറഞ്ഞത് $10 മില്യൺ ജയിച്ചാൽ തരും, പിന്നെ ഈ കാണുന്ന ലംബോർഗിനി നീ തരുമെന്നാണ് പറഞ്ഞത്. അപ്പം ഇനിയിപ്പോൾ ഈ ലംബോർഗിനി എൻ്റെ സ്വന്തമാണ്. എടാ ഫ്രാങ്ക്ലിനെ, നിനക്ക് ഞാൻ ആരാണെന്ന് അറിയണം കേട്ടാ. മര്യാദയ്ക്ക് നിന്റെ GTR ഇവിടെ വെച്ചിട്ട് നീ പൊയ്ക്കോ. നീ ഇപ്പം എൻ്റെ വണ്ടി ഇടിച്ച് നശിപ്പിച്ചോണ്ട് നീ GTR ഇവിടെ ഇട്ടിട്ട് പോയത് കേട്ടാ. എനിക്ക് വണ്ടി വേണം. നീ എന്തുകൊണ്ടാ പറഞ്ഞത്? നിനക്ക് എൻ്റെ GTR തരണം അല്ലേടാ. മര്യാദയ്ക്ക് നീ ആ സിയാൻ എനിക്ക് താ, അല്ലെങ്കിൽ ഞാൻ നിന്റെ വണ്ടി ഇപ്പം അടിച്ച് നശിപ്പിക്കുക കേട്ടാ. ഒന്ന് പോടാ ഫ്രാങ്ക്ലിനെ. നീ എന്താ വണ്ടി ബാക്കിലൊക്കെ എടുത്തിട്ടാ? എന്തിനാണെന്ന് ഞാൻ ഇപ്പം പറഞ്ഞുതരാം കേട്ടാ. നീ ഇപ്പം വണ്ടി തന്നില്ലെങ്കിൽ നീ ഇപ്പം ചെയ്യണ വലിയൊരു തെറ്റാണ് കേട്ടാ. ഒന്ന് പോടാ ഫ്രാങ്ക്ലിനെ. നീ ഇപ്പം വണ്ടി തരൂലല്ലേ, എന്നാ പിന്നെ അവസ്ഥ ഇങ്ങനെയായിരിക്കും കേട്ടാ. ഞാൻ പറഞ്ഞില്ല ഇല്ലാന്നൊന്നും പറയല്ല കേട്ടാ. നീ ഇപ്പം ചെയ്ത് ഒട്ടും ശരിയല്ല കേട്ടാ. നീ എന്നാ പറഞ്ഞ് പറ്റിച്ച, അതുകൊണ്ടാണ് ഞാൻ നിന്റെ വണ്ടി കത്തിച്ചടങ്ങ. എടോ ഫ്രാങ്ക്ലിന്, നിന്നെ വീടൂലടാ ഞാൻ. അതിന് നീ ബാക്കി ഉണ്ടായാലല്ലേടാ നീ എന്നെ ഒന്നും ചെയ്യാതിരിക്കോ. കലക്കി ഫ്രാങ്ക്ലിൻ ചേട്ടാ, അവൻ്റെ വണ്ടി ആർക്ക് വേണം? നമുക്ക് വേണമെങ്കിൽ ഇതേപോലത്തെ 10 സിയാൻ നമ്മുടെ മാജിക്കൽ പെയിന്റിംഗ് ബോർഡിൽ വരയ്ക്കാം. ആടാ ശിഞ്ചാനാ, നീ പറഞ്ഞ ശരിയാണ് കേട്ടാ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ കാണാം. ഓക്കെ, എല്ലാവരും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു കേട്ടാ. ഞാൻ വീണ്ടും ഒരു പുതിയൊരു കിടില വീഡിയോ വീണ്ടും വരുന്നതാണ് കേട്ടാ. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം തന്നെ ചെയ്യണം കേട്ടാ. അപ്പം പുതിയൊരു കിടില വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.